നമസ്കാരം. ഇപ്പോൾ ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധത്തിൽ ബോളിവുഡ് സിനിമകൾക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും മറ്റും കളിയാക്കാനായി നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബോളിവുഡ് സിനിമകളിലെ ഡയലോഗുകളും രംഗങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഇറാൻ്റെ പ്രധാനപ്പെട്ട എല്ലാ യുദ്ധക്കപ്പലുകളും ഞങ്ങൾ മുക്കിക്കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാം തകർത്ത് തരിപ്പണമാക്കി. പിന്നെ ഇറാൻ്റെ ഈ മിസൈൽ ബോട്ടുകൾ ഞങ്ങൾക്ക് അവയെ ഒട്ടും ഭയമേയില്ല, പിന്നെ ഇറാനെ ഞങ്ങൾക്ക് തകർക്കാനാണോ എത്ര ബുദ്ധിമുട്ട് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ഒരു പ്രശസ്തമായ പഞ്ച് ഡയലോഗ്, അതായത് ഓം ശാന്തി ഓമിലെ ഷാറൂഖ് ഖാൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഡയലോഗിലൂടെ ശരിക്കും ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അഭി തോ സിർഫ് ട്രെയിലർ ഹേ, പിക്ചർ അഭി ബാക്കി ഹേ. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഇതൊരു ട്രെയിലർ മാത്രമാണ്, സിനിമ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഈ പഞ്ച് ഡയലോഗിലൂടെ ഷാറൂഖ് ഖാൻ ഈ സിനിമയിൽ പറയുന്നത്. അത് തൻ്റെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇറാനും ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, തങ്ങളുടെ കൈവശമുള്ള കപ്പലുകളെക്കുറിച്ച് അവർ അഭിമാനം കൊള്ളുകയാണ്. തങ്ങളുടെ കപ്പലുകൾ കടന്നൽ കൂട്ടമാണ്, അവ അമേരിക്കയെ വളഞ്ഞിട്ട് ആക്രമിക്കും എന്നാണ് ഈ പോസ്റ്റിലൂടെ ഇറാൻ പറയുന്നത്. ഹോർമസ് കടലിടുക്കിൽ തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതുവഴി ഇനി ഒരു കപ്പലിനെയും കടത്തിവിടുകയില്ല എന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ട്രംപിനെ കളിയാക്കിക്കൊണ്ടുള്ള ഷാറൂഖ് ഖാൻ്റെ പ്രശസ്തമായ പഞ്ച് ഡയലോഗ് ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. തീർന്നില്ല, മറ്റൊരു ബോളിവുഡ് സിനിമയിലെ ഒരു രംഗവും ഒരു മീമായി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2007 പുറത്തിറങ്ങിയ ധമാൽ എന്ന ചിത്രത്തിലെ ഹൃദേശ് ദേശ്മുഖിൻ്റെ ഒരു രംഗം, ആ രംഗത്തിൻ്റെ ചിത്രം കൊടുത്തുകൊണ്ടാണ് ഇറാൻ വീണ്ടും ട്രംപിനെ കളിയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ മീമിലൂടെയും അമേരിക്കയെ ട്രംപിനെയും ഇറാൻ അതിരൂക്ഷമായ രീതിയിൽ തന്നെയാണ് കളിയാക്കുന്നത്. മതിലുകളില്ലാത്ത വീടിൻ്റെ വാതിലിന് പിന്നിൽ ഒളിച്ച് നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഇതിലെ ഹൃദേശിൻ്റെ രംഗം. ഈ കഥാപാത്രത്തെ അമേരിക്കയായും പിന്തുടരുന്നവരെ ഇറാനുമായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതായാലും അമേരിക്കയ്ക്ക് രക്ഷയില്ല, തങ്ങൾ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് ഈ മീമുകളിലൂടെയും ഡയലോഗുകളിലൂടെയൊക്കെ തന്നെ ഇറാൻ അർത്ഥമാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് അമേരിക്ക ഇപ്പോൾ ഹോർമസ് കടലിടുക്കിന് ചുറ്റും ഉപരോധം തീർക്കാൻ ചെന്നാൽ അത്ര എളുപ്പത്തിൽ അവർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ മേഖലയിലാകെ അവർ മൈൻ വിതറിയിട്ടുണ്ട് ഇറാൻ. 6000-ലധികം മൈനുകളാണ് വിതറിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇവ കണ്ടെത്തി അവ നശിപ്പിക്കാനുള്ള ശ്രമം ഒരു വശത്ത് അമേരിക്ക നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ്റെ പല പടക്കപ്പലുകൾ ഇതിനോടകം അമേരിക്കയും ഇസ്രായേലും തകർത്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ഇറാൻ്റെ സ്പീഡ് ബോട്ടുകൾ, അതായത് 5000-ഓളം വരുന്ന സ്പീഡ് ബോട്ടുകൾ ഇറാൻ്റെ കൈവശമുണ്ട്. ഇവ ആയുധങ്ങൾ കുത്തി നിറച്ചതിന് ശേഷം ഒരുപക്ഷേ ഈ യുദ്ധക്കപ്പലുകളിലേക്ക് ഇടിച്ചു കയറ്റുകയാണെങ്കിൽ ആ കപ്പലുകൾ തകർന്ന് തരിപ്പണമാകും എന്നുള്ളതും ഉറപ്പാണ്. ഇതിലേതാണ്ട് 155ഓളം ബോട്ടുകൾ തങ്ങൾ തകർത്തു എന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക അവകാശപ്പെട്ടത്. എങ്കിൽ പോലും ആയിരക്കണക്കിന് സ്പീഡ് ബോട്ടുകൾ അവരുടെ കൈവശമുണ്ട്. ഈ സ്പീഡ് ബോട്ടുകളൊക്കെ തന്നെ ചാവേർ ബോട്ടുകളായി മാറുകയും അവ കപ്പലുകളിലേക്ക് ഇടിച്ചു കയറ്റുകയും ചെയ്ത് കപ്പലുകളെ തീർക്കാനാണ് ഇപ്പോൾ ഇറാൻ പദ്ധതി ഇടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്പീഡ് ബോട്ടുകളെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും കഴിയുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് റഡാർ കണ്ണുകളിൽ പെടാതെ ഇവ മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തി ആക്രമണം നടത്തുന്നവയാണ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരിയാൻ മതി എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ഇടപെടലാണോ ഈ യുദ്ധം നീണ്ടുപോകാൻ കാരണമെന്നും സ്വാഭാവികം സംശയിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഇസ്ലാമാബാദിൽ നിന്ന് ചർച്ചയുടെ ചില വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റും ഇറാനിൽ നിന്നെത്തിയ അവിടുത്തെ വിദേശകാര്യമന്ത്രി അഗരാച്ചി ഉൾപ്പെടെയുള്ളവർ തമ്മിൽ വലിയ രൂക്ഷമായ തോതിലുള്ള വാക്കേറ്റം നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ട് കൂട്ടരും ശബ്ദമുയർത്തി വല്ലാതെ വഴക്കുണ്ടാക്കിയെന്നും ഒടുവിൽ പാകിസ്ഥാനിലെ ഉന്നതതല സംഘം അവരെ 2 മുറികളിലേക്ക് മാറ്റി ഒന്ന് ഒത്തുതീർപ്പാക്കിയതിന് ശേഷമാണ് വീണ്ടും ചർച്ച ആരംഭിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറല്ല എന്നാണ്. സർവ്വശക്തി ഉപയോഗിച്ച് അമേരിക്കയെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷെ ഇറാൻ അവരുടെ കൈവശമുള്ള മിസൈൽ ശേഖരം, അതിൻ്റെ അളവിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ധാരണയില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങളെപ്പോലും അവർ മിസൈൽ അയച്ച് തകർത്തു എന്നുള്ള വസ്തുതയെ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യൻ സിനിമയ്ക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനില്ല എങ്കിൽ പോലും ബോളിവുഡ് സിനിമയിലെ പഞ്ച് ഡയലോഗുകളും അതുപോലെ രംഗങ്ങളൊക്കെ തന്നെ മീമുകളായിട്ടും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ ശ്രമം ശരിക്കും ഡൊണാൾഡ് ട്രംപിനെ കളിയാക്കാനാണ് എങ്കിൽ പോലും അത് ബോളിവുഡ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം മറ്റൊരു രാജ്യം
ഇന്ത്യൻ സിനിമയിലെ ഡയലോഗുകളും രംഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി തങ്ങളുടെ രാഷ്ട്രീയ ശത്രുവിനെ നേരിടുക എന്ന് പറയുന്നത് ബോളിവുഡ് സിനിമയ്ക്ക് ഏറെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഷാറുഖ് ഖാൻ അതുപോലെ ഇന്ത്യയിലെ മറ്റു പല താരങ്ങളുമൊക്കെ ഇറാൻകാർക്കും എത്ര പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പോമനെ ദിനേശ പ്രയോഗവും അതിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഡാഷ്മോൻ പ്രയോഗവും ഒക്കെ തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായ സാന്നിധ്യമായി മാറിയപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു രാജ്യം നമ്മുടെ നാട്ടിലെ സിനിമയിലെ ഡയലോഗുകളും സന്ദർഭങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ശത്രുക്കളെ സോഷ്യൽ മീഡിയയിൽ നേരിടുന്നത്.